ജോഷി ആ വയസ്സായ സ്ത്രീയെ തള്ളിമാറ്റി പുറകിലേക്ക് മാറി. അപ്പോഴേക്കും അവർ ദീപുവിൻ്റെ കരണത്തൊരടി കൊടുത്തു. ഞങ്ങൾ ആനിയെക്കുറിച്ച് നിങ്ങളോടൊന്ന് അന്വേഷിക്കാൻ വന്നതാണെന്നും അതിന് നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നും ദീപു അവരോടായി ചോദിച്ചു. ഇത് കേട്ട മുത്തശ്ശി ആ നശിച്ചവൾ കാരണമാണ് അവളുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തതെന്നും ഇപ്പോൾ മാസം തോറും അവളുടെ മുത്തശ്ശി എന്ന നിലയിൽ എനിക്ക് ജീവിക്കാനായി ഏതൊക്കെയോ അഡ്രസ്സുകളിൽ നിന്ന് ഒരു തുക എനിക്ക് അയച്ചു തരുമെന്നും ഞാനത് ശ്രദ്ധിക്കാറില്ലെന്നും അത് ബാങ്കിൽ തന്നെ കിടക്കുകയാണെന്നും അവർ അവരോടായി പറഞ്ഞു. നിങ്ങൾ കൂട്ടുകാരുടെ കൂടെയല്ലേ അവൾ അവസാനമായി ഏതോ ഉല്ലാസയാത്രയ്ക്ക് പോയതെന്നും പിന്നെ ആ ദുഷിച്ചവളെ ഞങ്ങൾ ആരും ഇന്നേ വരെ കണ്ടിട്ടില്ലെന്നും ഇപ്പോൾ വീണ്ടും അവളെക്കുറിച്ച് അന്വേഷിച്ച് വന്നിരിക്കുകയാണല്ലേ എന്നും ചോദിച്ച് ആ വൃദ്ധ ദീപുവിൻ്റെയും ജോഷിയുടെയും നേർക്ക് പാഞ്ഞെടുത്തു. ഞങ്ങൾക്കും അവളെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്നും അവളെക്കുറിച്ച് ഇവിടെ വന്നാൽ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് കരുതി വന്നതാണെന്നും അവർ പറഞ്ഞെങ്കിലും അതൊന്നും മുത്തശ്ശി ശ്രദ്ധിച്ചതേയില്ല. അവർ അങ്ങനെ നിരാശയോടെ മടങ്ങുന്ന വഴിയിൽ വെച്ച് ആനി ഇപ്പോഴും മുത്തശ്ശിക്ക് പൈസ അയക്കുന്നുണ്ടല്ലോ എന്നും അവൾക്ക് ഇതിനോടകം തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെ ഈ പൈസ മുത്തശ്ശിക്ക് അയക്കുന്നു എന്ന് ജോഷി ദീപുവിനോട് ചോദിച്ചു. അതിനുശേഷം ജോഷി അല്പനേരം മൗനമായിരുന്നു. പെട്ടെന്ന് തന്നെ ജോഷി നമ്മൾ ഇപ്പോൾ തന്നെ ആ തേക്കടിയിലെ പഴയ റിസോർട്ടിലേക്ക് തിരിക്കുകയാണെന്നും ഒരിക്കൽ കൂടെ അവിടെ പോയാൽ അവളെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുമെന്നും ജോഷി ദീപുവിനോട് പറഞ്ഞു. അങ്ങനെ അവർ അന്ന് രാത്രി തന്നെ തേക്കടിയിലേക്ക് യാത്ര തിരിച്ചു. ദീപുവിൻ്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇട്ടാണ് അവർ യാത്ര തിരിച്ചത്. പാതിരാത്രി 1 മണിയായപ്പോഴേക്കും ദീപുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. പിന്നെ ജോഷി തൻ്റെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇടാമെന്നും പറഞ്ഞ് ഫോൺ എടുത്തെങ്കിലും അതും സ്വിച്ച് ഓഫ് ആയിരുന്നു. വണ്ടി അല്പദൂരം പിന്നിട്ടപ്പോൾ തൻ്റെ ഫോണിന് എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടി ജോഷി കാറിന് വെളിയിലിറങ്ങി. ഈ സമയം റോഡിനരികിൽ നിന്നോ ഒരു വയസ്സായ വൃദ്ധ ജോഷിയുടെ മുഖം കണ്ടതും പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ഈ കഥ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.